ഓപ്പണിംഗ് സീനിൽ ആ ചെമ്പമുടിയൻ പയ്യൻ അവനാണെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാലിൽ വീണ് കെഞ്ചുകയാണ്. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, സിംഗിളായിട്ട് മരിക്കാൻ എനിക്ക് ഒരാഗ്രഹവും ഇല്ല. ഇപ്പൊ നീ എസ് പറഞ്ഞ ഇത് ഞാൻ സൊല്ലിയാകണോ? നമുക്ക് ഒരു അടിപൊളി ലൈഫ് ഉണ്ടാവും. അവനാണെങ്കിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ട് അവൾ ഇംപ്രസ് ചെയ്യാൻ നോക്കിയാലും അവൾക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ല. ആക്ച്വലി ചെമ്പമുടിയൻ പയ്യൻ അവനും ഒരു ഡീമൺ സ്ലെയർ ആണ്. നമ്മുടെ ഹീറോ അവൻ ഡീമൺ സ്ലെയർ ആയ അതേ ടൈം തന്നെ ഡീമൺ സ്ലെയറായി മാറിയ അതേ സെയിം പയ്യൻ അവന്റെ കുരുവിയാണെങ്കിൽ ഇപ്പൊ പറന്ന് നമ്മുടെ ഹീറോയുടെ കയ്യിലേക്ക് വരും. ആ കുരുവിയാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് ഒരുപാട് കാര്യങ്ങൾ പറയും. ഉടനെ ഹീറോ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, അവനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിപ്പിക്കാന്ന് പറഞ്ഞ് ചെമ്പമുടിയന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് അവനെ എഴുന്നേൽപ്പിക്കും. നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ അവളോട് കെഞ്ചുന്നേ? അവൾക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ? ഇഷ്ടമല്ലാത്ത ഒരാളെ എന്തിനാണ് വെറുതെ നിർബന്ധിക്കുന്നത്? ചെമ്പമുടിയനാണെങ്കിൽ ഒരു സെക്കൻഡ് ഹീറോയെ നോക്കും. നീ അവനല്ലേ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ആ ഫൈനൽ എക്സാം അത് സർവൈവ് ചെയ്ത് പാസ്സായി വന്നേ? ഒരു സെക്കൻഡ് ഹീറോയും ഇപ്പൊ ആ കാര്യം ആലോചിക്കും. അതെ, അതിവൻ തന്നെയാണ്. ഹീറോ ആണെങ്കിൽ ഇപ്പൊ ചെമ്പമുടിയനെ ആശ്വസിപ്പിച്ച് ആ പെണ്ണിന്റെ അടുത്തേക്ക് വരും. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്കുണ്ടാക്കിയോ? അതിനവള് പറയും, അയ്യോ ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല, ചെറുതായിട്ട് എന്നെ ഒന്ന് ശല്യം ചെയ്തു, അല്ലാതെ വേറെ ഒരു കുഴപ്പവും എനിക്കില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ക്യാഷ്വലായിട്ട് സംസാരിക്കും. ചെമ്പമുടിയനാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. നീ എന്നെ ഇവിടെ പിടിച്ചു മാറ്റി നിർത്തി അവളുമായിട്ട് ശൃംഗരിക്കുകയാണല്ലേ? നീ ഒറ്റയ്ക്ക് അവളെ സെറ്റാക്കാൻ നോക്കുകയാണോ? ആ ചുന്ദരി പെണ്ണ് അവൾ എൻ്റെ മാത്രമാണ്. ഈ ചെമ്പമുടിയൻ്റെ പെണ്ണാണ് അവളെ ഞാൻ ആർക്കും വിട്ടു തരില്ല. ആ പെണ്ണിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവള് ചാടി വന്ന് ആ ചെമ്പമുടിയന്റെ മുഖത്താഞ്ഞടിച്ച് ഒരുപാട് ദേഷ്യത്തില് ഒന്നും സംസാരിക്കാതെ അവിടുന്ന് ഓടിപ്പോവും. ചെമ്പമുടിയനാണെങ്കിൽ വീണ്ടും നിലവിളിക്കും, ഞാൻ പറയുന്നത് നീ കേൾക്കില്ല അല്ലേ? എന്റെ സ്നേഹം അതിനിയും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ? നിനക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. ഞാനിനി ജീവിച്ചിരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് ഞാനൊരു ഡീമന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. അടുത്തത് ഏതെങ്കിലും ഒരു ഡീമന്റെ കൈകൊണ്ട് എന്റെ മരണം തന്നെയായിരിക്കും. ആ വാർത്ത അത് കേൾക്കുമ്പോഴെങ്കിലും നിനക്ക് എന്നോടൊരു അല്പ സ്നേഹം തോന്നണം. അത് കേട്ട് ഹീറോ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ താങ്ങി എഴുന്നേൽപ്പിക്കും. നിനക്ക് ഇത്രയും പേടിയാണെങ്കിൽ നീ എന്തിനാ ഈ ഡീമൺ സ്ലെയർ കോർപ്പറേഷനിൽ ഒരു മെമ്പറായ? അതിനവൻ പറയും, എനിക്കൊരു വലിയ അബദ്ധം പറ്റിയതാണ്, എൻ്റെ പേരിൽ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു വയസ്സൻ അപ്പാപ്പൻ എന്നെ സഹായിച്ച് എൻ്റെ കടങ്ങളെല്ലാം വീട്ടി. പക്ഷെ പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അദ്ദേഹം ഒരു ഡീമൺ സ്ലെയർ ട്രെയിനറാണെന്ന്. അയാളാണെങ്കിൽ അയാൾക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാനും ഗതികെട്ട് അത് മുഴുവൻ പഠിച്ചു. അതിനുശേഷമാണ് ആ ഒരു വലിയ എക്സാമിന് വേണ്ടി അദ്ദേഹം എന്നെ അയച്ചത്. ആ ഒരു എക്സാമിൽ എങ്ങനെയൊക്കെയോ ഞാനും ജയിച്ച് ഒരു ഡീമൺ സ്ലെയറായിട്ട് മാറി. ഉടനെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ അവനെ കൂടെ ചേർത്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് ക്യാഷ്വലായിട്ട് നടക്കാണ്. ഹീറോ അവനോട് ചോദിക്കും, നിനക്ക് വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും കഴിക്കാൻ വേണോ? അവൻ വേണമെന്ന് പറയും. ഉടനെ അവന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു റൈസ് ബോള് ഇപ്പോൾ ചെമ്പമുടിയനെ കൊടുക്കുകയാണ്. ചെമ്പമുടിയൻ അത് രണ്ടാക്കി പകുതി ഹീറോയ്ക്കും കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണമൊക്കെ പകുത്ത് കഴിക്കും. ഹീറോ അവനോട് ചോദിക്കും, യഥാർത്ഥത്തില് നിനക്ക് ഡീമൺസിനെ പേടിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നീ എന്തിനാ നിന്റെ ആ ബേർഡിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നേ? നിന്നെക്കുറിച്ച് ഒരുപാട് സങ്കടങ്ങൾ അതെന്നോട് പറഞ്ഞു. നിനക്ക് ഭയങ്കര മടിയാണ്, മിഷൻസ് ഒന്നും നീ ഏറ്റെടുത്ത് ചെയ്യില്ല. ആ ബേർഡിനെ എപ്പോഴും ആട്ടിപ്പായിക്കും, കുറ്റപ്പെടുത്തും എന്ന എല്ലാ കാര്യങ്ങളും ആ ബേർഡ് എന്നോട് തുറന്നു പറഞ്ഞു. അതുമാത്രമല്ല, നിനക്ക് പെൺകുട്ടികൾ ഒരു വീക്ക്നെസ് ആണല്ലേ? നീ ഒരുപാട് പെൺകുട്ടികളുടെ പിന്നാലെ പോകുന്നതും അടി വാങ്ങുന്നതും ഒക്കെ അതെന്നോട് പറഞ്ഞു. അങ്ങനെ ഹീറോ ആണെങ്കിൽ അവന്റെ ഓരോ തെറ്റുകളും ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും ആ കാക്ക വന്ന് അവരോട് രണ്ടുപേരോടും പറയാ, നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള പുതിയ മിഷൻ തയ്യാറാണ്. എത്രയും വേഗം നിങ്ങൾ രണ്ടുപേരും സൗത്തിലേക്ക് പോകണം. ഉടനെ അവർ രണ്ടുപേരും ഇപ്പൊ സൗത്ത് ഡയറക്ഷനിലൂടെ നടന്ന് വലിയൊരു വീടിന്റെ മുൻപിൽ എത്തുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഒരു ഡീമന്റെ സ്മെല്ല് കിട്ടും. അതേസമയം ചെമ്പമുടിയന് അവനാണെങ്കിൽ ആ ഒരു വലിയ വീട്ടിൽ നിന്ന് ആരോ പമ്പ സൗണ്ടിൽ ഡ്രംസ് കൊട്ടുന്നതായിട്ട് കേൾക്കും. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്ക് സ്മെല്ലിംഗ് എബിലിറ്റി ഉള്ളതുപോലെ ഇവന് ദൂരത്തായിട്ടുള്ള എത്ര ചെറിയ ശബ്ദങ്ങളും കേൾക്കാനുള്ള കഴിവാണ് ഉള്ളത്. ടാഞ്ചറോ ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പൊ പേടിച്ചരണ്ട് നിൽക്കുന്ന ഒരു പയ്യനെയും ഒരു പെൺകുട്ടിയെയും കാണും. അവരൊരുപാട് പേടിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഹീറോ ആണെങ്കിൽ ചെമ്പമുടിയന്റെ ആ കുരുവിയൊക്കെ കാണിച്ച് അവരെ രണ്ടുപേരെ സമാധാനിപ്പിക്കും. അതിനുശേഷം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഉടനെ ആ പയ്യൻ പറയും, അതൊരു ഡീമന്റെ വീടാണ്. ഇന്നലെ നൈറ്റ് ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അനുജത്തിയും ഞങ്ങൾ 3 പേരും ഇതുവഴി നടന്നു വരുമ്പോൾ വലിയൊരു ഡീമൻ ഞങ്ങൾക്ക് മുൻപിലേക്ക് എടുത്തു ചാടി. ആ ഡീമൻ ആണെങ്കിൽ എൻ്റെ ചേട്ടനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു വലിയ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഞങ്ങളുടെ ചേട്ടൻ്റെ ഒരനക്കവും ഇല്ല. അതിന് ഹീറോ പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല,
ഞങ്ങൾ രണ്ടുപേരും ഡീമൺ സ്ലേയേഴ്സ് ആണ്. നിങ്ങളുടെ ബ്രദറിനെ ഞങ്ങൾ തിരികെ കൊണ്ടുവരാമെന്ന് ടാഞ്ചറോ ആണെങ്കിൽ അവർക്ക് ഉറപ്പ് കൊടുക്കും. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും അവനെ രക്ഷിക്കാൻ വേണ്ടി ആ വീടിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ഒരു ബോഡി താഴേക്ക് വീഴാണ്. ഹീറോ ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ ഒരു കാരണവശാലും അവിടേക്ക് നോക്കാൻ പാടില്ല, ഞങ്ങൾ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഹീറോ ആ ബോഡിയുടെ അടുത്തേക്ക് വരും. അത് മറ്റാരുമല്ല, ആ രണ്ട് കുട്ടികളുടെ ചേട്ടനാണ്. അവനിപ്പോ ഹീറോയോട് പറയും, നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പോണം. ഈ വീടിന്റെ ഉള്ളില് ഒരു വലിയ ഡീമനുണ്ട്. ആ ഡീമൺ നിങ്ങളെ തീർച്ചയായിട്ടും തിന്നും. അതെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഇവിടുന്ന് കടന്നു പോകുന്നു പറഞ്ഞ് ആണെങ്കിൽ അവിടെ വെച്ച് മരിച്ചു പോവാണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്ന് അറിയില്ല. ടാഞ്ചറോ ആണെങ്കിൽ അവനെ ആ കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അയ്യോ അല്ല, ഇത് ഞങ്ങളുടെ ചേട്ടനല്ല, ഇത് മറ്റാരോ ആണ്. ഹീറോ ആണെങ്കിൽ ഷോക്കാവും. ആ ഡീമൺ ഒരുപാട് ആൾക്കാരെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് പിടികിട്ടും. ഹീറോ ഇപ്പോ ആ ചെമ്പമുടിയനോട് അവന്റെ കൂടെ വരാൻ പറയും. ചെമ്പമുടിയനാണെങ്കിൽ ആദ്യം ഞാൻ കൂട്ടാക്കാതെ മാറി നിൽക്കും. അതിന് നമ്മുടെ ഹീറോ ഇമോഷണലി അവനോട് സംസാരിച്ച് ഇപ്പൊ അവനെ കൂടെ കൊണ്ടുപോവാണ്. ചെമ്പമുടിയനാണെങ്കിൽ നല്ല പേടിയുണ്ട്. പക്ഷെ വേറെ വഴിയില്ലാതെ ഹീറോയുടെ പിന്നാലെ അവൻ പോവും. ഹീറോ ആണെങ്കിൽ ഉടനെ ടേൺ ചെയ്ത് ഇപ്പൊ കുട്ടികളുടെ അടുത്തേക്ക് വരും. ആ ബോക്സ് ആ കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ ഈ ബോക്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ഈ ബോക്സിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞ് ആ ബോക്സ് അവരെ ഏൽപ്പിച്ച് ഇപ്പൊ ഹീറോയും ചെമ്പമുടിയനും അവർ രണ്ടുപേരും ഡോർ തുറന്ന് ആ വീടിന്റെ അകത്തേക്ക് വരും. കുറച്ച് കഴിയുമ്പോഴേക്കും ആ രണ്ട് കുട്ടികൾ ഒച്ച വെച്ച് അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഹീറോ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനവര് പറയും, ആ ഒരു ബോക്സിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടു, ഞങ്ങൾ പേടിച്ചാണ് ഇവിടേക്ക് ഓടി വന്നത്. അവരത് പറയുന്ന അടുത്ത നിമിഷം ആ റൂം സ്വിച്ച് ആവും. ഇപ്പൊ ഹീറോയുടെ കൂടെ ഉള്ളത് ആ പെൺകുട്ടിയാണ്, ആ ചെമ്പമുടിയന്റെ കൂടെ ആ ആൺകുട്ടിയും. അടുത്ത നിമിഷം ഒരു ജയന്റ് ഡീമൺ ഇപ്പൊ ഹീറോയുടെ മുൻപിലൂടെ അങ്ങനെ നടന്നു പോകും. ഹീറോയ്ക്കാണെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു സ്മെല്ല് കിട്ടും. ആ വീട്ടിലുള്ള ഡീമൺസിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ സ്ട്രോങ് ആയിട്ടുള്ള ഡീമനാണ് അവന്റെ മുൻപിലൂടെ കടന്നു പോയതെന്ന് ഹീറോ മനസ്സിലാക്കും. ആ ഡീമന്റെ ദേഹത്താണെങ്കിൽ ഒരുപാട് ഡ്രംസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത നമ്മുടെ ചെമ്പമുടിയനും ആ പയ്യനും. ചെമ്പമുടിയനാണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. അവൻ ഹീറോയുടെ പേര് വിളിച്ചു പറയാണ്. ആ പയ്യനാണെങ്കിൽ വണ്ടറടിച്ച് ചെമ്പമുടിയനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? നിങ്ങൾ ഒന്നും അല്ലെങ്കിലും ഒരു ഡീമൺ സ്ലെയർ അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു സ്ക്വാഡും ഉണ്ടല്ലോ. അതിന് ചെമ്പമുടിയനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവന്റെ കൈ പിടിച്ച് വലിച്ച് അവർ വന്ന വഴിയിലൂടെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ശ്രമിക്കും. പക്ഷെ ആ വീട് മുഴുവനായിട്ടും ചേഞ്ച് ആയിരിക്കുകയാണ്. അവർ വന്ന വഴിയിൽ ഇപ്പൊ മറ്റൊരു റൂമായിരിക്കും അവന് കാണാൻ സാധിക്കുക. അവനാണെങ്കിൽ ആ റൂമിന്റെ ഡോർ തുറക്കും. അപ്പോഴായിരിക്കും പന്നിയുടെ തലയുള്ള ഒരു മനുഷ്യൻ. ചെമ്പമുടിയനാണെങ്കിൽ അതിനെ കണ്ട് പേടിച്ച് രക്ഷിക്കടാ എന്ന് നിലവിളിക്കും. നിലവിളി കേൾക്കേണ്ട താമസം പന്നിയുടെ തലയുള്ള ആ ഒരാള് ആണെങ്കിൽ 100-110 അവിടുന്ന് ഓടി രക്ഷപ്പെടും. കട്ട് ചെയ്ത ഇവിടെ ഹീറോ അവിടെയുള്ള ആ ഡീമനെ തന്നെ നോക്കി നിൽക്കും. അവൻ ആ പെൺകുട്ടിയോട് അവിടെയുള്ള ആ കട്ടിലിന്റെ പിന്നിൽ ഒളിച്ചിരിക്കാനായിട്ട് പറയും. അതിനുശേഷം സ്ക്വാഡ് എടുത്ത് അവനെ വെട്ടാനായി ചാടി വീഴും. ഹീറോ ക്ലോസ് എത്തേണ്ട താമസം ആ ഡീമൻ അവന്റെ കഴുത്തിൽ തൂക്കിയിട്ട ബാൻഡിൽ ആഞ്ഞടിക്കും. ഞൊടിയിടയിൽ ആ റൂമാണെങ്കിൽ അങ്ങനെ ഉൾട്ടയാവുകയാണ്. ഹീറോയ്ക്ക് പിടികിട്ടും അതവന്റെ ബ്ലഡ് ലൈൻ ആർട്ടാണെന്ന്. ഹീറോ വീണ്ടും അവനെ കൊല്ലാനായിട്ട് ചാടി എഴുന്നേക്കും. അപ്പോഴായിരിക്കും നമ്മൾ മുൻപ് കണ്ട ആ പന്നിത്തലയൻ അവൻ 2 സ്ക്വാഡുകളുമായിട്ട് ആ ഡീമനെ വെട്ടാൻ അവന്റെ മുൻപിലേക്ക് ചാടി വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.